ഹലോ ഗൈസ്, അങ്ങനെ 10-16 വർഷങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും അങ്ങനെ ഒരു കാര്യം എക്സ്പീരിയൻസ് ചെയ്തു. അപ്പോൾ ഇത് നടക്കുന്നത് ഡിസംബർ 23-ാം തീയതിയാണ്. അന്ന് നമ്മുടെ ക്രിസ്മസ് ഗ്രാമത്തിൻ്റെ സെക്കൻഡ് ഡേ ആയതുകൊണ്ട് തന്നെ വീഡിയോസ് മൊത്തം എടുക്കുന്നത് എൻ്റെ അനിയത്തിയാണ്. ഞാൻ പിന്നീടാണ് കേട്ടോ വന്നത്. ഞാൻ വന്നതുകൊണ്ട് ഞാൻ ലേറ്റ് ആയിരുന്നു. ഞാൻ വന്നപ്പോഴത്തേന് ഇവർ മിക്സിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് കേട്ടോ കാണുന്നത്. ഇതൊക്കെ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇങ്ങനെയൊക്കെയാണല്ലോ ഇത് ഉണ്ടാക്കുന്നത്. ചെറുപ്പത്തിൽ ഈ കുഞ്ഞമ്മയുടെ കല്യാണത്തിനൊക്കെ ഇവർ ഹൽവ ഉണ്ടാക്കുമായിരുന്നു. അപ്പോഴൊക്കെ നമ്മൾ പുറത്തിരിക്കുമായിരുന്നു, നമ്മൾ കുഞ്ഞു കുട്ടികളായിരുന്നു. നമ്മൾ ഗെയിംസ് കളിക്കും, ഫുഡ് കഴിക്കും, അവിടെ ഇവിടെയൊക്കെ അങ്ങനെ ഇങ്ങനെ നടക്കും, കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കും. കാരണം നമ്മൾ അങ്ങോട്ട് അടുപ്പിക്കത്തില്ല. കല്യാണത്തിനൊക്കെ എന്ന് പറയുമ്പോൾ വലിയ പാത്രത്തിൽ വലിയ തീയിലൊക്കെ ഇട്ടുണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തായാലും അടുപ്പിക്കത്തില്ല, അവിടെ മുതിർന്നവരായിരിക്കും. അപ്പോൾ നമ്മളാരും കണ്ടിട്ടില്ല ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുന്നത് ഇതൊക്കെയെന്ന്. നമ്മൾ ഒരു 3-3:30 ആകുമ്പം ആ സമയം വരെ ഇവർ നല്ല പണിയായിരിക്കും. അപ്പോൾ ഇവർ ഉണ്ടാക്കി കൊണ്ട് തരും, നമ്മൾ കഴിക്കും, നമ്മൾ പോകും. സത്യത്തിൽ എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായി ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു സ്വീറ്റ് ഉണ്ടാക്കുന്നതെന്ന് പോലും. ഞാൻ വന്നപ്പോഴത്തേനും ഒരു നല്ല മിക്സിങ് ആയിരുന്നു. പിന്നെ ഒരു ചെറിയ സ്പൂൺ എടുത്ത് ഞാനും മിക്സിങ് തുടങ്ങി. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഇത് എത്ര എളുപ്പമുള്ള കാര്യമല്ല, മണിക്കൂർ കൊണ്ടുള്ള കഷ്ടപ്പാടിലാണ് ഈ ഒരു സ്വീറ്റ് കഴിക്കാൻ പറ്റുന്നത്. ഈ വലിയ സാധനം തൂക്കേണ്ട ശേഷിയില്ലാത്തതുകൊണ്ട് തന്നെ കുഞ്ഞു സ്പൂൺ എടുത്ത് ഞാനും മിക്സിങ്ങിന് ഹെൽപ്പ് ചെയ്തു. പിന്നെ പണിയൊക്കെ ഇനി രാത്രി വീട്ടിലോട്ട് പോയി. ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ.